ഇയാൾ ഇവിടെ ഇങ്ങനെ നോക്കുക, എന്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കുക. ക്യാമറ ഓൺ ചെയ്തപ്പോൾ അയാൾ ക്യാമറ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തപ്പോൾ പിന്നെ നോക്കി. എനിക്ക് പറയുന്നത് അയാളുടെ ഭാര്യയ്ക്ക് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇയാളുടെ ബാഗിൽ ഞാൻ സ്ലൈഡും കത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്തുപോലെ ഇതിനൊരു ഇന്റർവ്യൂ, ഇവരെയൊക്കെ പിടിച്ച് ഇന്റർവ്യൂ എടുക്കണവരുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും റീച്ചിനായതുകൊണ്ട് കുഴപ്പമില്ലാവില്ല അല്ലേ? അല്ല ചേച്ചി അതിൻ്റെ അകത്തൊരു ഇത് പറയണ്ട, ഇതിനൊരു ഉത്തരം ഒരുപാട് പേരുടെ ചോദ്യമാണ്, അതിനൊരു ഉത്തരം നിങ്ങൾ തരണം ദയവ് ചെയ്തിട്ട്. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ കുടുംബത്തുള്ള അവരുടെ ഭാര്യയ്ക്കുള്ള അവരുടെ എല്ലാം ഓക്കെയാണ്, എൻ്റെ സാരി ഞാൻ ഇത്ര കൊടുത്തിട്ട് ആ ഒരു വ്യക്തി അവിടെ നിന്നിട്ട് മോശപ്പെട്ട രീതിക്കാണ് എന്നെ നോക്കിയെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞതുപോലുള്ള തുണിയൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നോക്കേണ്ട ഈ ജനങ്ങൾ പബ്ലിക്കലി നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ട് ഈ കണ്ട ജനങ്ങൾ മൊത്തം കോടിക്കണക്കിനായി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരും എല്ലാവരും നിങ്ങളുടെ ആ ഒരു വേഷവും ആ ഒരു കാര്യങ്ങളും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കില്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു വ്യക്തി ബസ്സിൻ്റെ അടുത്ത് തൊട്ടിരുന്നെന്ന് വിചാരിച്ചോ, അദ്ദേഹം ആ നോക്കിയെന്ന് വിചാരിച്ചോ ഒന്നും തന്നെ. പെണ്ണുങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ് ആണുങ്ങൾക്ക്. എന്നും കിടന്ന് കഴപ്പത്തരം കാണിക്കരുത്, അത് ഓക്കെ. അന്നേരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്കറിയില്ല ഇവരെന്താണെന്നുള്ളത്. ഇവർ വീട്ടിൽ പോയി കുറച്ച് BGM കുത്തി കയറ്റിയിട്ട് പോസ്റ്റ് ചെയ്തു. അവർക്ക് അല്ലെങ്കിൽ സ്വന്തം സ്പോട്ടിൽ റിയാക്ട് ചെയ്യാമായിരുന്നു, പോലീസ് കേസ് കൊടുക്കാമായിരുന്നു, പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റുമായിരുന്നു, ആ ലൈവ് തുടരാമായിരുന്നു. ഇതൊന്നുമില്ല. വന്ന് ഇൻ്റർവ്യൂ മാത്രമോ? അതിനപ്പുറമായിട്ട് നോക്കി കഴിഞ്ഞാലല്ലേ ഇനാഗ്രേഷൻ, ഒരു ഉദ്ഘാടനം. എന്താ ഈ നാടിന് സംഭവിച്ചിരിക്കുന്നത്? ഇതൊക്കെ ഏതൊരു കോളേജിൽ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നു, അവിടെ വെളുക്കെത്തിക്കുന്നു. എടാ എന്താ ഈ നാട്ടിൽ സംഭവിക്കുന്നത്? എന്താ ഈ കേരളത്തിൽ സംഭവിക്കുന്നേ? നിങ്ങൾ പറ. ഇങ്ങനെയുള്ളവർക്ക് മാർക്കറ്റ് കൂടുതലാണോ? അപ്പം മറ്റേതിനുള്ളൊരു ഉത്തരം എൻ്റെ മാത്രം സംശയമല്ല, പലപാട് പേരുടെ സംശയമാണ്. അത് അവിടെ നിങ്ങൾ അത്രയായിട്ട് ആ ഒരു വ്യക്തി കാണാൻ കൂടി പറ്റാത്ത രീതിക്ക് നിങ്ങൾ ഡ്രസ്സിങ് ചെയ്തതെന്ന് പറയുന്നു. അദ്ദേഹം നോക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് നടന്നില്ല. പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പിന്നെ അക്കൗണ്ടിൽ എന്തിനാ അങ്ങനത്തെ ഫോട്ടോസും അങ്ങനത്തെ വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളും പലതും ഇതിലും മോശമായ രീതിക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രൊഫഷൻ ആയതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും? നിങ്ങൾക്ക് പബ്ലിക്കലി അത് അല്ല, ഇതിനുള്ളൊരു ഉത്തരം ദയവ് ചെയ്തിട്ട് തരണം. എൻ്റെ മാത്രം സംശയമല്ല, ഈ കണ്ട ജനങ്ങളുടെ മൊത്തം സംശയം. അതുപോലെ നിങ്ങൾ ഇൻ്റർവ്യൂ ഞാൻ എന്താ പറയുക.